പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം, എങ്കിലേ രക്ഷയുള്ളൂവെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിന് 16 മാസം, ഒരല്പം വൈകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അധികമാകുമോ? വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ വീണ്ടും ഒരു ഭരണ തുടർച്ച കേരളത്തിലുണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മദ്യലോബിക്ക് കീഴടങ്ങി സർക്കാർ ബാറുകളിൽ ബിയർ വിൽപ്പന അനുവദിച്ചു എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ്, ജനം ഇത് മറക്കാൻ 16 മാസം മതി. അല്ല, അത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതായ ഒരു പ്രശ്നവും കോൺഗ്രസ്സിലില്ല. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എല്ലാവരും കൂടി ഉള്ളു തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ കോൺഗ്രസ് കടുത്ത വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, പക്ഷേ ഇതേ KPCC പ്രസിഡന്റ് എങ്ങനെയാണ് 16 മാസങ്ങൾക്ക് ശേഷം ഇതേ UDF സർക്കാരിന് വേണ്ടി ജനങ്ങളോട് വീണ്ടും വോട്ട് ചോദിക്കാൻ പോകുന്നത്? അതാണ് ചോദ്യം. അതൊന്നും പ്രശ്നമല്ല. ഇത് പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും, നിലപാടുകളുണ്ടാകും. അത് ഇന്ന് മുതലേ തുടങ്ങിയതല്ല. പക്ഷെ ആ നിലപാടുകൾ കൂട്ടായ ചർച്ചകളിലൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നിലപാട് ഒരു അഭിപ്രായമാണ്. മദ്യം വിൽക്കണോ വേണ്ടയോ, ബാറുകൾ തുറക്കണോ വേണ്ടയോ. പക്ഷേ മദ്യലോബിക്ക് കീഴടങ്ങിയ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് നിലപാടല്ല, അതൊരു ആരോപണമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇനിയും നമുക്ക് പ്രശ്നപരിഹാരം കണ്ടെത്തി എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മദ്യലോബിക്ക് കീഴടങ്ങിയ സർക്കാർ എന്ന് പറഞ്ഞ ആ ആരോപണത്തെ എങ്ങനെ വിഴുങ്ങും, എങ്ങനെ ന്യായീകരിക്കും പൊതുജനമധ്യത്തിൽ? പാർട്ടിക്കകത്ത് നേതാക്കന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ അഭിപ്രായമാണ് എന്നൊന്നില്ല. ഇത് KPCC പ്രസിഡന്റിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടി കൂടി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലല്ലോ. ഏതായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആകട്ടെ ഏകപക്ഷീയമായി ആരോടും ചോദിക്കാതെ തന്നെ മൊത്തം ബാറുകൾ നിരോധിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഞായറാഴ്ച ഡ്രൈ ഡേ ആയി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അതേ മുഖ്യമന്ത്രി തന്നെ ഈ തീരുമാനങ്ങൾ പിൻവലിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ചില യോജിക്കാനാവാത്ത തീരുമാനങ്ങൾ ഉണ്ടായി. അതൊരു ധൃതി പിടിച്ച തീരുമാനമായിരുന്നു. 312 ബാറുകൾ അടയ്ക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. 418 കാര്യത്തിലായിരുന്നു തർക്കം. അപ്പോഴാണ് ഞാനൊരു പ്രായോഗികമായൊരു ഫോർമുല വെച്ചാൽ അതാരും അംഗീകരിച്ചില്ല, നടന്നില്ല. 312 അടയ്ക്കുകയും സൺഡേ ഡ്രൈ ഡേ ആക്കുകയും ചെയ്തത് ഒരു ധൃതി പിടിച്ച തീരുമാനമായി. ആ ധൃതി പിടിച്ച തീരുമാനമായതുകൊണ്ട് തന്നെയാണ് ഒരു നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ട് കണ്ടപ്പോൾ തിരുത്താൻ തയ്യാറായി. തെറ്റൊന്നുമില്ല. അല്ല, ചോദ്യം അപ്പോഴും 16 മാസമാണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇതും ജനം മറക്കുമോ? ഒരു 16 മാസം ജനം മറക്കുന്നല്ലോ. നമ്മളൊരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കി കഴിഞ്ഞാൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തിരുത്തുന്നത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ നാട്ടിൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അങ്ങടക്കമുള്ളവർ പല ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അതൊന്നും കേൾക്കാതെയാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ച് 312ന്റെ കാര്യത്തിലും ഞായറാഴ്ച ഡ്രൈ ഡേ അടക്കമുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോയത്. അതൊരു ഭരണപരമായ വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇത് ജനം എങ്ങനെ കണക്കാക്കുമെന്നാണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, ടൂറിസം രംഗത്തുണ്ടായ പ്രശ്നങ്ങൾ, തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പൊതുസമൂഹം നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഫോറത്തിൽ എല്ലാ ബാറുകളും പൂട്ടാനുള്ള തീരുമാനം ചർച്ച ചെയ്തിരുന്നു? അങ്ങനെയൊന്നും ചർച്ച ചെയ്തിട്ടില്ല. KPCCയോ പാർട്ടിയോ തീരുമാനിക്കാതെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ വിമർശനം നടത്തുന്ന KPCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാതെ UDFൽ വന്ന് എല്ലാ ബാറുകളും പൂട്ടാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി. ഇങ്ങനെ രണ്ട് വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതല്ലേ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം? രണ്ടുപേരുടെ ആത്മാർത്ഥതയിലൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഗിവൺ സിറ്റുവേഷനിൽ എത്രമാത്രം നമുക്ക് പോകാൻ കഴിയും എന്നുള്ള വിലയിരുത്തലുകളാണ് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ലക്ഷ്യം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഞാനടക്കമുള്ളവരുടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപന നിലപാടും അത് തന്നെയാണ്. പക്ഷെ പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ എവിടെ വരെ പോകാം, ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ വരെ പോകാൻ കഴിയില്ല എന്നുള്ളത് വിലയിരുത്തുന്ന കാര്യത്തിൽ ചില ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീരുമാനം എന്തായാലും പാളിപ്പോയി. സംസ്ഥാന സർക്കാർ നാറാവുന്നതിൻ്റെ പരമാവധി നാറി, അതെങ്കിലും സമ്മതിക്കണം. ഇല്ല, അങ്ങനെയൊന്നും പറയണ്ട. നമ്മളൊരു നയം നടപ്പാക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് അപാകതയുണ്ടെങ്കിൽ തിരുത്തുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഒരു പഴയ ഉദാഹരണം പറയാം. മുഖ്യമന്ത്രി കരുണാകരനും AK ആനന്ദനും വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും പാർട്ടിയുടെ അഭിപ്രായം മാത്രമേ UDFൽ ഇവർ പറഞ്ഞിരുന്നുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്.
അവിടെ നിന്ന് നമ്മൾ 2014 എത്തി നിൽക്കുമ്പോൾ പാർട്ടി ഒരു വഴിക്ക് പോകുന്നു, അതിനകത്ത് തന്നെ തീരുമാനം വരുന്നില്ല. പാർലമെന്ററി പാർട്ടിയും മന്ത്രിസഭയും വേറൊരു വഴിക്ക് പോകുന്നു. UDF ഇതൊന്നുമല്ലാത്ത കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഇത് മദ്യം നയം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇതിൻ്റെ പേരിൽ എല്ലാ സമയത്തും ഇത് മാത്രമായി ഒരു ചർച്ച കൊണ്ടുപോകുന്നതിനകത്ത് എനിക്ക് അഭിപ്രായമുള്ള ആളൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്നു. ഇവിടെ കേരളത്തിലെ മദ്യം മാത്രമാണ് ഒരു വിഷയം. ജനങ്ങളെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ബാധിക്കുന്ന നിരവധിയായ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഇഷ്യൂ ഒന്ന് മാറ്റിവെച്ചിട്ട് അത്തരം വിഷയങ്ങളിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്, ആരാണ് ഇതിങ്ങനെ 9 മാസമായി ഇത് കലക്കുന്ന? ആരായാലും ശരി, അത് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അത് അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇമ്മി പറഞ്ഞതുപോലെ 16 മാസമേ ഉള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകാനുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാളെ സർക്കാർ പാർട്ടി ഏകോപന സമിതി യോഗം കൂടാൻ പോകുന്നു. ഒരിക്കൽ കൂടി ഒരു തീരുമാനവുമാകാതെ പിന്നെ അത് പാർട്ടിയിൽ പോയി, മന്ത്രിസഭയിൽ പോയി കലങ്ങി മറിഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. ഇതെങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കും? നാളത്തെ യോഗത്തോടു കൂടി ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും കൂടി യോജിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ 150 ബാറുകൾ തുറന്നു കഴിഞ്ഞു ബിയർ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്ത് ഒരു തീരുമാന മാറ്റമൊന്നുമില്ല. ഈ തീരുമാനം KPCC പ്രസിഡന്റ് അംഗീകരിക്കുക, അതാണ് ചുരുക്കത്തിൽ. അല്ല, അങ്ങനെ ഒരു മുൻവിധി എനിക്കില്ല. നാളത്തെ യോഗം ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്. നാളെ ഈ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ബാറുകളിലെ നിലവാര പരിശോധന താങ്കൾ വെച്ച ഫോർമുല ഉണ്ടായിരുന്നതാണ്, അതിനിപ്പോഴും പ്രസക്തിയുണ്ടോ? ഇനിയിപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. ഇനിയിപ്പോൾ തീരുമാനം ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. അത് പാർട്ടിയിലൂടെ ചർച്ച ചെയ്ത് ഇതിനൊരു അന്തിമമായ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് ആവശ്യം. ബാർ ഉടമകൾ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയും അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തതിനു ശേഷമാണ് എന്തായാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ കാര്യകാരണങ്ങൾ ഞങ്ങൾക്കറിയില്ല, സൂചനകളെ ഉള്ളൂ. എന്തായാലും അങ്ങനെ ഒരു കെണിയിൽ പെട്ടതോടു കൂടിയാണ് ഈ മാറ്റത്തിന് തീരുമാനമായത്. അതങ്ങനെയല്ല. ഒരു തീരുമാനം നടപ്പാക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ മനസ്സിലാക്കി വസ്തുതാപരമായി പഠിച്ച് അതിന് ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഈ ബിയർ പാർലറുകൾ തുറക്കാനുള്ള തീരുമാനത്തിൻ്റെ പ്രകോപനം എന്താണ് കാരണം? സർക്കാരിന് വികാരപരമായി തീരുമാനം എടുക്കാൻ കഴിയില്ല. തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്, ടൂറിസത്തിൻ്റെ പ്രശ്നമുണ്ട്, കേരളത്തിൽ നിന്ന് കോൺഫറൻസുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഞായറാഴ്ച ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചപ്പോൾ നമുക്കുണ്ടായി ടൂറിസം രംഗത്തുണ്ടായ തിരിച്ചടികൾ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്ന കാര്യം. അറിയാത്ത ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അറിയാത്ത ആളാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. അത്രമാത്രം ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഇത് ആദ്യമല്ല. 5ാം മന്ത്രി വിവാദം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകൾ പുനഃസംഘടിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് താങ്കളും പരാതി ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വഭാവത്തിൽ ഇതുണ്ട്. ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുക, എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ചുകൊണ്ട്. അതിപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, അന്ന് KPCC പ്രസിഡന്റ് അല്ല, അന്ന് എന്നോട് ചോദിക്കാതെ വകുപ്പുകൾ പുനഃസംഘടിപ്പിച്ചതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ അന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് എപ്പോഴും ആ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു 8-10 വർഷം പിന്നെയും പുറകോട്ട് പോകാം. ഇവിടെ ലോട്ടറി വിവാദം ഉണ്ടായ സമയത്ത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി അടക്കം കുറച്ചു മാസം അടച്ചിട്ടിരുന്നു. അന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. അന്നും വലിയ വിവാദങ്ങളുണ്ടായി, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും പോകുന്നില്ല. ഇത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ചിലപ്പോൾ വേഗതയിൽ തീരുമാനമെടുക്കാൻ തയ്യാറാകുമ്പോൾ വരുന്ന ചില പാളിച്ചകളാകാം. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വന്നാൽ തിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിവേഗം, ബഹുദൂരമാണോ പറഞ്ഞത്? 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ട്? അങ്ങനെയല്ല. ചില തീരുമാനങ്ങൾ വേഗതയിൽ എടുക്കുമ്പോൾ നമുക്കൊക്കെ ചില പാളിച്ച ഉണ്ടാകാം. അത് തിരുത്തി പോകുന്നത് നല്ല കാര്യമല്ലേ? അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് 2 അടി മുന്നോട്ട് വെച്ച് 1 അടി പുറകോട്ട് വെക്കേണ്ടി വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയിലുണ്ടായ നഷ്ടം വളരെ വലുതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF ബുദ്ധിമുട്ടില്ലേ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ശക്തിയായി ഒരു കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങൾക്ക് UDFനോട് ഒരു അലർജി ഇല്ലാത്ത കാലമാണ്. നമ്മൾ കലഹിച്ച് ഇത് നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ പരിഗണിക്കേണ്ട ഒരു വിഷയം, അനേകം വിഷയങ്ങളിൽ ഒരു വിഷയമാണ് നേതൃമാറ്റം. അല്ല, അതൊന്നും ഇപ്പം പ്രസക്തമായ കാര്യങ്ങളല്ല. അത് ആലോചിക്കേണ്ട സമയത്ത് ഹൈക്കമാൻഡ് ആലോചിക്കുന്നതാണ്.
തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇത് പ്രസക്തമാകും? ഞാനതിന് ജോലിസിനൊന്നും അല്ലല്ലോ. കോൺഗ്രസിനകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഐ ഗ്രൂപ്പ് വിഘടിച്ചു നിന്ന പല സംഘങ്ങൾ ചേർന്ന് ശക്തിമത്തായി താങ്കളെ നേതാവായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. KPCC പ്രസിഡന്റ് പദത്തിലേക്ക് ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കുമോ? കേരളത്തിലെ കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. മെമ്പർഷിപ്പിൻ്റെ സമയപരിധി നീട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് വേണ്ടി വന്നാൽ ആ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് തള്ളിക്കളയുന്നില്ല. കേരളത്തിലെ ഐ ഗ്രൂപ്പിൻ്റെ ഭാവി വളരെ ശോഭനമാണ്. ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള പ്രവർത്തകരുള്ള ശ്രീ K കരുണാകരൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം അടിയുറച്ച് നിന്നവരുടെ ഒരു വലിയ ലെഗസിയാണ് ഈ ഗ്രൂപ്പിനുള്ളത്. KPCC പ്രസിഡന്റ് പദവി മാത്രമല്ല, അത് ഐ ഗ്രൂപ്പിന് ഇപ്പം ഇല്ല. പാർലമെന്ററി പാർട്ടി നേതൃത്വവുമില്ല. ആ കാര്യത്തിലോ? അതെല്ലാം വരട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളല്ലല്ലോ അതൊന്നും. ഞാൻ ചോദിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ശക്തിമത്തായി വന്നു നിൽക്കുന്നു, ഇനി എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? KPCC പ്രസിഡന്റ് പദവിയും പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനവും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കിട്ടുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ക്ലെയിമാണ്. അതിപ്പോൾ KPCC പ്രസിഡന്റ് തന്നെയാണോ നിർബന്ധമൊന്നുമില്ല. അല്ല, ഏതായാലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വരട്ടെ. ഇപ്പം നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഘട്ടമല്ലല്ലോ ഇപ്പം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. എല്ലാവരും താങ്കളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ ടീം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണോ ശരി, അതോ പാർട്ടി ഈ കാര്യത്തിൽ ഒന്നുകൂടെ ആലോചിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും, രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേണം. അതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ മാറ്റങ്ങളെ കുറിച്ച് ഗൗരവമായി, ഇപ്പം നാളെ മാറണമെന്നല്ല, നേതൃത്വ മാറ്റത്തെക്കുറിച്ചും ഗൗരവത്തിൽ. കോൺഗ്രസ്സിൽ അതിനൊക്കെ ചില സംവിധാനങ്ങളുണ്ട്. അതിപ്പം നമ്മൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യമല്ല. ആ സംവിധാനങ്ങൾ ആലോചിക്കാൻ കോൺഗ്രസ്സിന് ഹൈക്കമാൻഡുണ്ട്, കോൺഗ്രസ് പ്രസിഡൻ്റുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. എങ്ങനെ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവരുടെ മുമ്പിൽ അവർ പരിഗണിക്കേണ്ട ഒരു വിഷയം, അനേകം വിഷയങ്ങളിൽ ഒരു വിഷയമാണ് നേതൃമാറ്റം. അതൊന്നും ഇപ്പം പ്രസക്തമായ കാര്യങ്ങളല്ല. അത് ആലോചിക്കേണ്ട സമയത്ത് ഹൈക്കമാൻഡ് ആലോചിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇത് പ്രസക്തമാകും? ഞാനതിന് ജോലിസിനൊന്നും അല്ലല്ലോ. ജോലിസനല്ല, പക്ഷേ ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ്. കേരളത്തിലെ ഐ ഗ്രൂപ്പ് എപ്പോഴും സജീവമായി ശക്തമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായ ഒരു കാര്യവും ചെയ്യില്ല. ആദ്യം പാർട്ടി, പിന്നാണ് ഗ്രൂപ്പ് എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അതെ, പാർട്ടിയുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പും വരും. കോൺഗ്രസിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ജിമ്മി. അതിപ്പോൾ നമ്മളിവിടെ തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ ഇതൊന്നും. ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഐ ഗ്രൂപ്പിൻ്റെ ഈ വിഷയത്തിലേക്കുള്ള ചില സൂചനകൾ കിട്ടുന്നുണ്ട്. VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ താങ്കൾ ഈ സംഘത്തിലെ മൂന്നാമനാണ്. മൂന്നാമൻ എന്ന് പറഞ്ഞാൽ പദവിയിൽ മൂന്നാമനല്ല, ഈ മൂന്ന് പേരിൽ ഒരാളാണ്. അപ്പോൾ ഒരു നേതൃമാറ്റമൊക്കെ വരാനുള്ള സാധ്യതയിലേക്ക് വേണമെങ്കിൽ ഈ പ്രസ്താവനയെ കാണാം. ഇപ്പം നമ്മൾ എഴുതാപ്പുറം വായിക്കേണ്ട, തൽക്കാലം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളുടെ നിലപാട്. തൽക്കാലം അല്ല, ഇപ്പം നാളത്തെ കാര്യം എനിക്ക്, എപ്പോഴത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻ പാർട്ടിക്കകത്തൊരു ഐക്യമുണ്ടായി പോകുന്നതാണ് നല്ലത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരുടെ മാറ്റത്തിൻ്റെ അവസാന ആണിയടിക്കുക എപ്പോഴും ഘടകകക്ഷി നേതാക്കളാണ്, മുസ്ലിം ലീഗും കേരള കോൺഗ്രസും. ഇതിനു മുമ്പ് 2-3 അനുഭവങ്ങൾ നമുക്കുണ്ട്. KM മാണിയെ വിജിലൻസ് കേസിൽ FIR ഇട്ടത് അങ്ങനെ നിൽക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്കെതിരെ വലിയ കേസ്, അദ്ദേഹം അറസ്റ്റ് വരെ നേരിട്ടു. അങ്ങനെ ഈ 2 ഘടകകക്ഷികളെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വേണ്ടി വന്നാൽ, ഒരു അവസരം വന്നാൽ ഐ ഗ്രൂപ്പിന് അനുകൂലമായി അവരെ മറിക്കാം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളോടും എനിക്ക് നല്ല ബന്ധമാണുള്ളത്. അങ്ങനെയൊന്നും അവരെ മനഃപൂർവ്വം കേസിപ്പെടുത്തി അവരെ പാട്ടിലാക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ തന്ത്രം ഞാൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇതിനകത്തൊക്കെ മാണിസാറിൻ്റെ കേസിൽ കാര്യത്തിലുള്ളതും PWD സെക്രട്ടറിയുടെ കാര്യത്തിലുള്ളതുമായ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഞാനൊരു കൗശലമോ കുതന്ത്രമോ പ്രയോഗിച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ശ്രീ KM മാണിക്കെതിരെയുള്ള FIRന് നിയമപരമായ കാരണങ്ങളും വിജിലൻസിൻ്റെ സമ്മർദ്ദവും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ TO സൂരജ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ കാര്യത്തിൽ ഒരു സംശയമുള്ളത്, അങ്ങനാണെങ്കിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക TO സൂരജിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചു. പിന്നെ റെയ്ഡൊന്നും കണ്ടില്ലല്ലോ. അല്ല, അത് വെറുതെ ചുമ്മാ റെയ്ഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് കാരണങ്ങളുണ്ടാകണം, അതിന് സാധ്യതകളുണ്ടാകണം. അല്ലാണ്ട് വെറുതെ റെയ്ഡിന് വേണ്ടി റെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിക്കാനുള്ള സാഹചര്യം ഇന്ന് വിജിലൻസിലുണ്ട്.
വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. വിജിലൻസ് കൂട്ടിലെ തത്തയല്ല നിരവധി തവണയായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പരിശോധനയും റെയ്ഡും ഒക്കെ ടി ഒ സൂര്യൽ തുടങ്ങി അവിടെ അവസാനിച്ചു? വേറെ ആരുമില്ല ഇവിടെ, ബാക്കി എല്ലാവരും മര്യാദക്കാരാണെന്നാണ്. അങ്ങനെ പറയരുത്. നിങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ള ആരോപണങ്ങളെപ്പറ്റി ഗൗരവമായി പരിശോധിച്ച് അവർ നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മാധ്യമങ്ങൾ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ക്വിക്ക് വെരിഫിക്കേഷൻ 42 ദിവസത്തിനകം തീർക്കണമെന്ന് പറയുന്നു. പഴയ മുഖ്യമന്ത്രി വി സച്ചിദാനന്ദന്റെ മകനെതിരെയുള്ള ക്വിക്ക് വെരിഫിക്കേഷന്റെ റിപ്പോർട്ടും എഫ്ഐആറും ഒക്കെ ഈ അടുത്തിടയ്ക്ക് വന്നല്ലോ. അത് തുടങ്ങിയിട്ട് വർഷം കുറേ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് UP ആൻഡ് രാജേഷ് എന്ന് പറയുന്ന എൻ്റെ അടിസ്ഥാനത്തിൽ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ സമയപരിധിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പല കാരണങ്ങൾ കാണും. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെതായ പുതിയ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന ഡിലേ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇനിയിപ്പോൾ അത് നടക്കില്ല. ഈ FIR ഇടുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ കേസുണ്ട്. പക്ഷേ കുറ്റപത്രം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ലളിതകുമാരി വേഴ്സസ് ഒരു കേസ് ഇല്ലാത്തത് കൊണ്ട് KM മാണിയുടെ കേസിൽ എന്ന് കുറ്റപത്രം കൊടുക്കും എന്ന് പറയാൻ പറ്റും? അതെനിക്ക് പറയാൻ പറ്റില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയേണ്ട കാര്യം. ഈ സർക്കാർ പോകുന്നത് വരെ കൊടുക്കില്ല എന്നാണ് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. കാരണം ഇത് എല്ലാ സ്കൂട്ടണി ഗവൺമെൻറ്റിൽ ഞാൻ പറഞ്ഞില്ല, കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇതല്ല. ഈ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് KM മാണിക്കെതിരെയുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ കേസ് തള്ളുകയോ ചെയ്തില്ലെങ്കിൽ KM മാണിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കേസാണെന്നുള്ള ആരോപണം ശരിയാവുമോ? അത് കാത്തിരുന്ന് കാണുക. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നടപടിയിലും ഞാൻ ഇടപെടാറില്ല. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് എന്തായാലും മാറാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റില്ല. അതായത് ചോദിച്ചത് നമുക്ക് 16 മാസം ആ കാര്യത്തിൽ കാത്തിരിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ ഒരു ബാധ്യസ്ഥരാണല്ലോ. മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ട കാലം കഴിഞ്ഞു. ചില സംഘങ്ങൾ സാമൂഹ്യ വിരുദ്ധർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മാറി. ഇപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലും ഒരെണ്ണം വെച്ചെങ്കിലും വന്നു തുടങ്ങിയിരിക്കുന്നു. പോലീസിന് ഈ കാര്യത്തിൽ, പോലീസിന് ഇൻ്റലിജൻസിന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചതായി പറഞ്ഞാലോ? പോലീസിന് വീഴ്ചയൊന്നുമില്ല. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെപ്പറ്റി പോലീസിന് നല്ല വിവരങ്ങളുണ്ട്. നമ്മൾ സ്വീകരിക്കുന്ന സമീപനം ടു പ്രൊലോങ്ഡ് സ്ട്രാറ്റജിയാണ്. ഒന്ന്, സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആദിവാസി മേഖലയിലെ വികസന പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുക. മറ്റൊന്ന്, ഈ അക്രമത്തെ പോലീസ് നടപടികളിലൂടെ ശക്തമായി നേരിടുക. ഈ നിലപാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവർ ചെയ്യുന്നത് എന്താ? രാത്രികാലങ്ങളിൽ 3 മണിക്കും 2 മണിക്കും എവിടെയെങ്കിലുമൊക്കെ ചെന്നൊരു തീ കത്തിച്ചിടുക. അതിനെയാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. ഇതൊന്നും മാവോയിസ്റ്റ് ആശയപരമായി നടത്തുന്ന പോരാട്ടമൊന്നുമല്ല. ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ട. നാളെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കൊടുക്കാതിരുന്നാൽ ഇത് അവസാനിക്കും. പക്ഷെ വാർത്ത ആയതുകൊണ്ട് അവർ കൊടുക്കും. കേരള പോലീസ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇൻ്റലിജൻസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പരിഭ്രാന്തിയും ജനങ്ങൾക്ക് ആവശ്യമില്ല. മാവോയിസ്റ്റുകളെ നേരിടാൻ കേരള പോലീസ് ഇന്ന് സുശക്തമാണ്. പാതിരാത്രി വന്ന് അക്രമ സംഭവങ്ങൾ നടത്തിയിട്ട് പോകുന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഭീരുത്വമാണ്. അതിന്റെ തോത് കൂടി വരും. ഒരു തോതും കൂടത്തില്ല. നമ്മുടെ കണക്കുണ്ട്. കഴിഞ്ഞ 2 വർദ്ധിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ വെറും ഒരു ഏതൊരു സാമൂഹ്യ വിരുദ്ധനും ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമാണിത്. പോലീസ് ഈ കാര്യം നേരിടുന്നതിൽ ഒരു ചെറിയ പാളിച്ചയുണ്ട്. ഉദാഹരണത്തിന് കേരളീയം എന്ന് പറഞ്ഞ കേരളത്തിലെ 10-17 വർഷം പ്രവർത്തിച്ച ഒരു മാസികയിലെ പ്രവർത്തകരെ റെയ്ഡ് ചെയ്യുക, അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുക, അവരെ പിടിച്ചുകൊണ്ട് പോവുക. അവസാനം ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ ഒരു തന്ത്രപരമായ പാളിച്ച സംഭവിച്ചു തുടങ്ങിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തിനാണ് ആ മാസിക റെയ്ഡ് ചെയ്തത്? അത് മാസിക റെയ്ഡ് ചെയ്ത് ഞങ്ങൾക്ക് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആവണമെന്നില്ല. ഇൻഫർമേഷൻ കിട്ടിയിട്ട് ചിലപ്പോൾ റെയ്ഡ് ചെയ്താൽ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചില പോലീസ് നടപടിയാണ്. അതൊന്നും ഒരു പ്രതികാര നടപടിയൊന്നുമല്ല. കേരളീയ മാസികയുടെ ഒരു പ്രത്യേകത കേരളത്തിലെ പരിസ്ഥിതി സമരങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു മാസികയാണ്. പോലീസിൻ്റെ ഒരു രീതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജനകീയ സമരങ്ങളിൽ മാവോയിസ്റ്റുകൾ നുഴഞ്ഞു കയറുന്നു, പരിസ്ഥിതി സമരങ്ങളിൽ അതുപോലെയുള്ള കോരയ്ക്കെതിരെയുള്ള സമരങ്ങളിലൊക്കെ അവിടെ യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്ന വളരെ ജെന്യുവനായിട്ടുള്ള ഒരുപാട് സംഘങ്ങളുണ്ട്. പോലീസിന് ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ അവരെയും കൂടെ ശത്രുക്കളാക്കുന്ന ഒരു സ്ഥിതി അവസാനം വരും. ഇല്ല, അവരെ ആരും ശത്രുക്കളാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത്തരം സംഘങ്ങളെയും മാവോയിസ്റ്റിൻ്റെ അനുഭാവികളെയും പിന്തുണയ്ക്കുന്ന സമീപനം ആരും സ്വീകരിക്കാനും പാടില്ല. അത് രണ്ടിനും രണ്ടായിട്ട് അവർ തന്നെ കണ്ടാൽ മതി. എനിക്കറിയില്ല, അതെന്തോ എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന രൂപേഷിൻ്റെ ഒരു നോവൽ കേരളത്തിലൊരു പ്രമുഖ പബ്ലിഷിംഗ് സ്ഥാപനം പ്രസിദ്ധീകരിച്ചു. മറ്റൊരു മാസിക അദ്ദേഹത്തിൻ്റെ ലേഖനമോ മറ്റോ പ്രസിദ്ധീകരിച്ചു. അവരെ ഒന്നും തൊടുന്നില്ല. ഇതുപോലെയുള്ള ചെറിയ
സമാന്തര പ്രസ്ഥാനങ്ങളെ നമ്മൾ അങ്ങനെയുള്ള മാസികകളെയോ പ്രസിദ്ധീകരണശാലകളെയോ ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇവർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ചിലപ്പോൾ പോലീസിന് ചില വിവരങ്ങൾ കിട്ടുമ്പോൾ അത് വെരിഫൈ ചെയ്യേണ്ടി വരും. അതല്ലാതെ ഒരു പത്രമാധ്യമങ്ങളെയോ അനാവശ്യമായി വേട്ടയാടാനോ പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഞാൻ വളരെ വ്യക്തമായി തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മറ്റൊരുദാഹരണം പറയാം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചുംബന സമരം, കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകർ, അതിന് ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്നവരെയും പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, മാവോയിസ്റ്റ് ബന്ധമുണ്ടോ ഇല്ലയോ? അതെന്താണ്? അതിനകത്ത് ചില ആളുകൾക്ക് അതുമായി ബന്ധമുണ്ടെന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കിസ് ഓഫ് ലവ് ഒക്കെ പോയി. അതൊന്നും മാധ്യമ ശ്രദ്ധയോ ജനങ്ങളുടെ ശ്രദ്ധയോ ആകർഷിക്കുന്ന ഒന്നല്ല. അതിനൊന്നും ജനങ്ങളുടെ പിന്തുണയില്ല. അല്ല, അതൊരു സമരമുറയാണ്. അവർ പിന്തുണയുണ്ടോ എന്നുള്ളത് നമ്മളും അല്ല, കാലമാണ് പറയേണ്ടത്. അത് വേറെ പ്രശ്നം. പക്ഷേ ജനകീയ സമരങ്ങൾ കാലമാണ് പറയുന്നത്. ഇന്നലെ ആലപ്പുഴ നടന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും, വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നും പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അവരൊരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതിരുന്നു കൂടാ. അല്ല, ആ സമരങ്ങൾ ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് അക്രമ സമരങ്ങളാണ്. ന്യായമായി ഇപ്പം ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംഘടന സമരം നടത്തുന്നതിനോട് ഗവൺമെൻറ് എന്താ എതിർപ്പ്? ചുംബന സമരത്തെ ഗവൺമെൻറ് നിരോധിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് കടന്നുകൂടി ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അത് ഇൻ്റലിജൻസിൻ്റെ ജോലിയല്ലേ, പോലീസിൻ്റെ ചുമതലയല്ലേ? ഒരു വേള മാവോയിസ്റ്റ് ബന്ധമില്ലാത്ത വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അംഗമല്ലാത്ത ആളുകളെ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഇത് മുഴുവൻ കലക്കുന്നൊരു സ്ഥിതി വരുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ വളരെ അവധാനതയോടുകൂടിയാണ് പോലീസ്. അതുകൊണ്ടാണ് പലപ്പോഴും കാലതാമസം ഉണ്ടാകുന്നത്. ഇനി അങ്ങോട്ട് മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ തോത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് പറഞ്ഞാൽ വല്ലാതെ കൂടിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. അതിനൊക്കെ നമ്മൾ ശക്തമായി നേരിടും. അതിനുള്ള എല്ലാ കരുത്തും കേരള പോലീസിനുണ്ട്. ഇതൊരു തരം വാൻഡലിസമാണ്. രാത്രി 3 മണിക്കും 2 മണിക്കും ഒക്കെ എന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞേച്ച് പോവുക, എന്നിട്ട് ലീഫ്ലെറ്റ് ഇടുക. ഇത് അവർ തന്നെയാണോ എന്ന് തന്നെ ആർക്കറിയാം? ഇതൊന്നും ഒരു അവരുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തത്. താങ്ക് യു.